ബഹുമാനപ്പെട്ട പ്രധാന അധ്യാപകൻ, ഉപപ്രധാന അധ്യാപകൻ, അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, പ്രകൃതി രമണീയവും ശാന്തസുന്ദരവുമായ ഈ പ്രഭാതത്തെ വരവേൽക്കുന്നതിനായി ഞങ്ങൾ 3-ാം ക്ലാസ്സിലെ കുട്ടികൾ ഇതാ നിങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം അവതരിപ്പിക്കുകയാണ്. ഔഷധ സസ്യങ്ങളും നാട്ടുവൈദ്യവും. നമ്മുടെ മനസ്സിനെ പ്രകാശിപ്പിക്കാൻ ഇന്നത്തെ ഈ ശുഭദിനം ഒരു പ്രാർത്ഥനാഗീതത്തോടെ ആരംഭിക്കാം. പ്രാർത്ഥനാഗീതം ആലപിക്കുന്നതിനായി ഗായക സംഘത്തെ ക്ഷണിക്കുന്നു. ചൈതന്യമേ ആർദ്രമായി നീ എന്നിൽ നിറയണമേ. ആദ്യാക്ഷരത്തിൻ്റെ മാധുര്യമാ ഓരോ ദിനങ്ങളും വിടരണമേ. ശാന്തമാം നദിയായി ഒഴുകണമേ. ആദിമധ്യാന്തമാം ചൈതന്യമേ. ജ്ഞാനവിജ്ഞാനങ്ങളാകും ഫലങ്ങൾ ജീവിതവൃക്ഷത്തിൽ തളിരാകണേ. പാവിതൻ പാതയിൽ ഈ ഗുരുവചനങ്ങൾ സാന്ത്വനത്തണലായി തീരണമേ. ശാന്തിതൻ തെന്നലായി വീശേണമേ. സത്യവും സ്നേഹവും സച്ചിന്ത നൽകുന്ന നിത്യമാം തൃപ്തിയും നേടിയിടണേ. അക്ഷരത്തിൻ അഗ്നിശാലയിൽ ഞാനൊരു നിത്യചൈതന്യമായി മാറേണമേ. നന്മതൻ വിത്തായി മുളയ്ക്കേണമേ. ആദിമധ്യാന്തമാം ചൈതന്യമേ ആർദ്രമായി നീ എന്നിൽ നിറയണമേ. ആദ്യാക്ഷരത്തിൻ്റെ മാധുര്യമായി ഓരോ ദിനങ്ങളും നിറയണമേ. ശാന്തമാം നദിയായി ഒഴുകണമേ. ആദിമധ്യാന്തമാം ചൈതന്യമേ. Stanzas. സദൃശ്യ വാക്യങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 17-ാം അധ്യായം 22-ാം തിരുവചനം. ആനന്ദമുള്ള ഹൃദയം നല്ല ഔഷധമാകുന്നു. വിഷാദമുള്ള ആത്മാവ് അസ്ഥികളെ ഉണക്കുന്നു. ദൈവം വചനമാണ് നാം ശ്രവിച്ചത്. Let us pray for our elder brothers and sisters who are going to prepare for their board exam of classes 10 and 12. O God of love and mercy, look upon your children who are going to give the board exam. Help them to remember well all that they have learned and express them effectively, so that they may give glory to you always. In your bounty, grant this prayer. Amen. ഇന്നത്തെ ദിവസം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാനുള്ള ചിന്താ വിഷയം പങ്കുവയ്ക്കുന്നതിനായി ഞാൻ ശ്രീനികയെ ക്ഷണിക്കുന്നു.
സൗഖ്യം നൽകുന്നത് മരുന്നുകൾ മാത്രമല്ല, കരുണയും സ്നേഹവും കൂടിയാണ്. ഞാൻ ആവർത്തിക്കുന്നു, സൗഖ്യം നൽകുന്നത് മരുന്നുകൾ മാത്രമല്ല, കരുണയും സ്നേഹവും കൂടിയാണ്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ചില സസ്യങ്ങൾ നമ്മെ ആരോഗ്യമുള്ളവരാക്കാൻ സഹായിക്കുന്നു. പണ്ടുകാലത്ത് ആളുകൾ ഈ സസ്യങ്ങളെ ഉപയോഗിച്ച് രോഗങ്ങൾ സുഖപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ ഔഷധ സസ്യങ്ങളെ ഉപയോഗിച്ചുള്ള ചികിത്സയെ നാട്ടുവൈദ്യം എന്ന് പറയുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ സമീപത്തുള്ള ചില സസ്യങ്ങളെക്കുറിച്ചും അവ എങ്ങനെയാണ് നമ്മെ സഹായിക്കുന്നതുമെന്ന് നോക്കാം. തുളസി പ്രതിരോധ ശേഷി കൂട്ടാനും ശ്വാസകോശ രോഗങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു. ആസ്മ, പനി, ജലദോഷം, മൂക്കടപ്പ്, ചിക്കൻ ബോക്സ്, ചെങ്കണ്ണ് എന്നിവയിൽ തുളസി ഔഷധമായി ഉപയോഗിക്കുന്നു. സോപ്പ്, ഷാംപൂ, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയിൽ തുളസി ഒരു ചേരുവയായി ഉപയോഗിക്കുന്നു. പനിക്കൂർക്ക നാട്ടുചികിത്സയിലെ ശിശുരോഗ സംഹാരിയാണ് പനിക്കൂർക്ക. പനി, ജലദോഷം, കഫക്കെട്ട് എന്നിവയ്ക്ക് ഇതിൻ്റെ നീര് നല്ലതാണ്. ഇതുപയോഗിക്കുന്ന മൂലം കുട്ടികളിലെ രോഗപ്രതിരോധ ശേഷിയും ഉറക്കവും വർദ്ധിക്കുന്നു. മുക്കുറ്റിയുടെ ഇല അരച്ച് മോരിൽ ചേർത്തു കഴിച്ചാൽ മഞ്ഞപ്പിത്തം, അതിസാരം എന്നിവ മാറും. മുക്കുറ്റിയുടെ തീ പൊള്ളിയാൽ മുക്കുറ്റിയുടെ ഇല അരച്ചു തേക്കുന്നത് നല്ലതാണ്. മുക്കുറ്റിയുടെ ഇലയിട്ടു കാച്ചിയ എണ്ണ തലയിൽ തേക്കുന്നത് തലയ്ക്ക് തണുപ്പ് കിട്ടാനും മുടി വളരാനും സഹായിക്കുന്നു. മൈലാഞ്ചി ഒരു സൗന്ദര്യവർദ്ധക ഔഷധിയാണ്. ത്വക്ക് രോഗങ്ങളെ ശമിപ്പിക്കാനും രക്തശുദ്ധിക്കും ഇത് നല്ലതാണ്. വ്രണങ്ങൾ ഉണക്കാനും വേദന ഇല്ലാതാക്കാനും മൈലാഞ്ചി കഷായത്തിന് കഴിയും. നരച്ച മുടി കറുപ്പിക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നു. ആര്യവേപ്പ് സർവ്വരോഗങ്ങളും ശമിപ്പിക്കുന്ന ഔഷധിയായി അറിയപ്പെടുന്നു. പനി മുതൽ എയ്ഡ്സ് വരെയുള്ള രോഗങ്ങൾക്കെതിരെ ഇതിൻ്റെ ഔഷധവീര്യം ഉപയോഗിക്കുന്നു. വേപ്പിൻ്റെ ഇല, പൂവ്, കായ്, തണ്ട്, വേര് ഇവയെല്ലാം ഔഷധ ഗുണമുള്ളവയാണ്. പല്ലുവേദന, മോണപഴുപ്പ്, ചൊറിച്ചൽ എന്നിവയ്ക്കെല്ലാം ഇത് ഉപയോഗിക്കുന്നു. വേപ്പിൻ്റെ ഇല താരനെതിരെ എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്നു. മഞ്ഞൾ അണുബാധകൾ തടയാൻ സഹായിക്കുന്നു. രക്തശുദ്ധിക്കും നിറം വർദ്ധിപ്പിക്കാനും മഞ്ഞൾ ഉപയോഗിക്കുന്നു. ചൊറിച്ചൽ, വാതം, പിത്തം, ത്വക്ക് രോഗങ്ങൾ എന്നിവയെ ചെറുക്കാൻ മഞ്ഞൾ സഹായിക്കുന്നു. കുഴിനകം, വളം കടി എന്നിവ മാറാൻ മഞ്ഞളും മൈലാഞ്ചിയിലയും നല്ലതുപോലെ അരച്ചു പുരട്ടുന്നത് നല്ലതാണ്. തുമ്പ വിരശല്യം, കണ്ണുവേദന, പനി ഇവയ്ക്ക് തുമ്പയുടെ നീരെടുത്ത് പാൽക്കാൻ ചേർത്ത് 2-3 നേരം കഴിക്കുക. തുമ്പയിലയുടെ നീര് ചെവിവേദന കുറയ്ക്കാനും സഹായിക്കുന്നു. മലേറിയയ്ക്കും തേൽവിഷത്തിനുമുള്ള മരുന്നായും ഉപയോഗിക്കുന്നു. ഗ്യാസ് ട്രബിളിനും തുമ്പ നല്ലതാണ്. കറ്റാർവാഴ ചെറിയ പൊള്ളലുകൾക്കും മുറിവുകൾക്കും ഉപയോഗിക്കുന്നു. കറ്റാർവാഴ ജെൽ ചർമ്മങ്ങളെ തണുപ്പിക്കാനും മൃദുവാക്കാനും സഹായിക്കുന്നു. കറ്റാർവാഴ മുടി വളർച്ചയ്ക്ക് സഹായകമാണ്. പ്രിയ കൂട്ടുകാരെ, ഔഷധ സസ്യങ്ങളും നാട്ടുവൈദ്യവും നമ്മുടെ പാരമ്പര്യത്തിൻ്റെ അമൂല്യമായ ഭാഗമാണ്. പ്രകൃതിയുടെ ദൈവം നൽകുന്ന ഈ സൗഖ്യത്തിൻ്റെ സമ്മാനങ്ങൾ നമ്മൾ ശരിയായി ഉപയോഗിക്കണം. ഈ ഔഷധ സസ്യങ്ങളെ സംരക്ഷിക്കുകയും അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രകൃതിയെ സംരക്ഷിച്ചാൽ പ്രകൃതിയും നമ്മെ സംരക്ഷിക്കും. നന്ദി, നമസ്കാരം. ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് പറയുന്നതിനായി ജിൻസ മിഷനെ ക്ഷണിക്കുന്നു.
principal, vice principal, sisters, teachers, non-teaching staffs, and my dear students. Very warm morning to one and all. First of all, I would like to congratulate the class 3rd B students and the class teacher, Ma'am Bindu, for this wonderful assembly. Let's give a big round of applause. Medicinal plants are the plants that are used to prevent, treat, or cure diseases. Different parts of these plants, such as leaves, roots, seeds, or flowers, contain natural chemicals that have healing properties. They have been used in traditional systems of medicines like Ayurveda, Siddha, and homeopathies of thousands of years. Medicinal plants are important because they are natural, affordable, and have fewer side effects when we use properly. Thank you and have a wonderful day. A pleasant morning to one and all. This is to announce the results of the jewelry making competition conducted for the students of classes 4 to 7. The competition provided a wonderful opportunity for our students to showcase their creativity, originality, and artistic skills. Now, to encourage and honor our talented students, I respectfully invite our esteemed principal, Reverend Father Joby Verghese TOR, to kindly come forward and distribute the prizes to the winners. First of all, class 4A, the first place goes to Aditya. Second position secured by Dina. Third position secured by Alaina. Class 4B, first place, Ameya. Second position, Anvida. Third position, Pragya. Class 4C, first position, Anviga. And second position, Sanvia. And the third place, Ashim Nishad. Class 4D, first position, Aina Eva. Second position, Sai Tejas. And third place, Tia Ishan. Now class 5A, first position, Adul S. Second position, Shabari. Third place, Pranav. Class 5B, first place, Aditi V. Second position, Vaiga V. And the third place, Sangavi. Class 5C, first place, Niharika P. Second position, Riddhi Manha. And the third place, Adarva. Class 5D, first place, Satvik S. Second place, Sarangi Gopakumar. And third place, Swalahuddin. Class 5E, first place, Rigveda.
Second place, Adishika. And third place, Sheza. Class 6A, first place, Sahasra. Second place, Adidev MS. In the third place, Archa Raj. Class 6C, the first place, Sadia Mansoor. Second place, Snida S. Third place, Andrea Maria. Class 6E, first place, Daksha Prasad. Second place, Nivya Sudhagaran. In the third place, Devika V. Class 7A, first place, Anna Christina. Second place, Kevin CG. And the third place, Surya Narayanan R. Class 7C, first place, Kirtana Pramod. Second place, Agula Anish. And the third place, Anviga. Class 7D, first place, Abel Jacob. Second position shared by Alfrina Sylvie and Avani Pramod. Third place shared by Tasmin V. Ashik and Tejas Tarur. Class 7E, first place, Avandiga S. Second place, Darshana K. And the third place, Aradhya Aylur. Now the overall champions. Class 4, the first place, Anvida 4B. Class 4B, Anvida. Second place, Sai Tejas, Class 4D. And the third position, Aditya 4A. Class 5, the first place, Nihariga P 5C. Second position, Adul S 5A. And the third place, Rigveda 5E. We congratulate every student who took part in this competition. Thank you, Father, and for your constant encouragement and support. Congratulations to all the winners. May you continue to explore your creativity. Let's give them a huge round of applause once again.
ടീച്ചറിൻ്റെയും ജോബി അച്ഛൻ്റെയും വിലയേറിയ വാക്കുകൾക്ക് നന്ദി. ഭാരത നാടിനോടുള്ള ആദരവും സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുന്ന പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതിനായി നിവേദയെ ക്ഷണിക്കുന്നു. അതിനുശേഷം ദേശീയഗാനം ആലപിക്കുന്നതിനായി ഗായക സംഘത്തെ ക്ഷണിക്കുന്നു. Attention! ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ജനങ്ങളുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്.